ദൈവമാണെന്ന് പറഞ്ഞ് ദൈവദൂഷണം പറയുന്നവരാണ്. ദൈവദൂഷണം പറയും, അത് ദൈവമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു കുടുംബത്തിൽ എന്നെ കൊണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പറയുന്നു. ഞാനൊരിക്കൽ ഒരു ധ്യാനത്തിനിടയിൽ ഇങ്ങനെ ഡെലിവറൻസ് റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവൻ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇവര് ഭയങ്കരമായിട്ട് തെളിവിക്കുക ദൈവത്തെ തെളിവിക്കുക. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തുണ്ടായില്ല, എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെ തോന്നിയ ആ തെളിവിളിക്കുന്നു. മറ്റൊരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിങ്ങനെയാണ്, കുർബാന ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് എന്റെ മുന്നിൽ ആരോ പറയുന്നത്, നീ ചെന്ന് അതിനെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ഇവര് പറഞ്ഞതാണ്, ഇവരിങ്ങനെ വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക, കറുത്ത കാക്ക അതിനടുത്ത് വന്നിരിക്കും. ഈ കാക്ക ഇരുന്നിട്ട് ഇയാളെ നോക്കിയിരിക്കും. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ വരുന്നത്. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു വൈദികനായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുമ്പോൾ അദ്ദേഹത്തിന് ആദ്യകാലത്തിൽ ഇങ്ങനെ തോന്നിയാണ് ഇതിനായിട്ട് തെറിയാൻ തോന്നുന്നത്. അപ്പോ ദൈവത്തെ നിഷേധിക്കാൻ പിശാച് എന്തൊക്കെ പരിശ്രമം ഉണ്ടാക്കുന്നതൊക്കെ അത് നമ്മുടെ മനസ്സിന്റെ മണ്ഡലങ്ങൾ അതിന്റെ നിയന്ത്രണത്തിലാക്കുള്ള പരിശ്രമമാണ് ഇത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഇന്ന് അതിന്റെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മറ്റൊരു മേഖലയാണ് ദൈവം എന്നോട് ക്ഷമിക്കും. ദൈവം എന്നോട് ക്ഷമിക്കുന്ന ഒരു ചിന്ത, ഞാൻ വലിയ പാപിയാണ്, ദൈവം എന്നോട് ക്ഷമിക്കില്ല. ദൈവം എന്നോട് ക്ഷമിക്കില്ല. ഒരിക്കലും ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു 14-15 വയസ്സിനകത്ത് പ്രായമുള്ളൂ. ഈ കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടിരുമ്പോൾ അമ്മയും ആൻറ്റിയാണ് പറഞ്ഞത്, ഓരോ മണിക്കൂറിടവിട്ട് ബോധം കെട്ട് വീണ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒത്തിരി ചികിത്സകൾ സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് ഡോക്ടർ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബോധം കെട്ട് വീഴും. ചിലപ്പോൾ ഒരു മണിക്കൂറിന്റെ 2-3 പ്രാവശ്യം ബോധം കെട്ട് വീഴും. വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല, എന്താ കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇരിക്കുക ഈ കുട്ടി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. അതനുസരിച്ച് ഞാൻ ഈ മോളോട് ചോദിച്ചു, ഇവര് TV കാണാൻ പോയതായിരുന്നു. അവിടെ 4 ചേട്ടന്മാർ ഗ്രൂപ്പിൽ കണ്ടുകൊടുത്തപ്പോൾ ഇവിടെ TV കാണുന്നത്. ഈ 4 ചേട്ടന്മാര് ഇവിടെ ദുരുപയോഗിച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത്. ഇത് ഇവളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ ചോദിച്ചു, മോളെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ? അപ്പൊ പറഞ്ഞു ഉണ്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞു, അച്ഛാ ദൈവം പോലും ക്ഷമിക്കാത്ത പാപിയാണ്. ഇവക്ക് 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് ഇവിടെ പറയാ ദൈവം പോലും ക്ഷമിക്കാത്ത പാപിയാണ് ഞാൻ പറഞ്ഞു, മോളെ നിന്റെ അറിവില്ലായ്മ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ, നീ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതല്ല. ദൈവം നിന്നോട് ക്ഷമിക്കും. ഇവിടെ സമ്മതിക്കില്ല, ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, മോളെ കാര്യം ചെയ്യും, പോയി നല്ലൊരു കുംഭസാരം കഴിഞ്ഞപ്പോൾ ഇവിടെ ബോധം കെട്ട് വീഴും. അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് വന്നു. ഞാൻ ചോദിച്ചു, മോളെ എന്താ പറ്റിയത്? അപ്പൊ പറയാ, അച്ഛാ ഞാൻ കുംഭസാര കൂട്ടിലേക്ക് പോയപ്പോ അവിടെ വൈദികനല്ല ഇരുന്നത്, ഈശോ ഉൾക്കിരീടം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം കരുതി പറഞ്ഞു. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കും. ഇത് കേട്ടതാണോ ഇവിടെ ബോധം കെട്ട് വീഴും കുംഭസാര കൂട്ടി. അവൾ ഇതിന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ദിവ്യകാരണ ആരാധന നടത്തുന്ന സമയത്ത് ഈശോ ദിവ്യകാരണത്തെ ഇറങ്ങി വന്ന് ഇവിടെ ആലിംഗനം ചെയ്ത് പറഞ്ഞു, മോളെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇത് കേട്ടത് അവൾക്ക് വലിയ വിടുത്തി. അത് കഴിഞ്ഞിട്ട് അവളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചു വന്ന് പറഞ്ഞ കാര്യമുണ്ട്, അച്ഛാ അതിനുശേഷം ഞാൻ ഇതുവരെയും ബോധം കെട്ടിട്ടുണ്ട്. എന്താ പറ്റിയത്? അവളുടെ ഉള്ളിൽ നിശാന്ത പറയാം, നീ ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. ദൈവം നമുക്ക് നൽകുന്നത് പാപബോധമാണ്, അല്ല കുറ്റബോധമല്ല. ദൈവം ക്ഷമിക്കാത്ത പാപമില്ല. നമുക്ക് മാനുഷ്യമാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്, പക്ഷെ ആ തെറ്റ് കിടക്കുക എന്നതാണ് പൈശാചികം. വലതിരുവേത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയൊരു മണ്ഡലമാണ് ആവാസം എന്നാണെങ്കിൽ പറയാം. അത് മനസ്സിന്റെ ഇച്ഛാശക്തിയുടെ മേൽ സാത്താൻ